അറേബ്യൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലെത്തുന്നത് കണ്ണെത്താ ദൂരം പറന്നു കിടക്കുന്ന മരുഭൂമിയും ഒട്ടകങ്ങളും ഒക്കെയാണ്. എന്നാൽ ഇതൊക്കെ വെറും പഴങ്കഥകളാവുകയാണ്. പച്ച പുതച്ച മലനിരകളും നയന മനോഹരമായ കാഴ്ചകളും ഒക്കെയുള്ള രാജ്യം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ അറബ് രാജ്യം. അടുത്തിടെ മക്കയിലെ മലനിരകൾ പച്ച പുതച്ചന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട്. പച്ചപ്പില്ലാതെ വരണ്ട മലനിരകളിൽ കണ്ണിന് കുളിർമയേകി ചെറു സസ്യങ്ങളും പൂക്കളും മുളച്ചു പൊന്തിയ കാഴ്ച അതിസുന്ദരമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇടയ്ക്കിടെ പെയ്ത മഴയാണ് വരണ്ട ഭൂമിയിൽ പച്ചപ്പിന്റെ വിത്ത് പാകിയത്. 2023 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ മക്ക മേഖലയിലെ സസ്യജാലങ്ങളിൽ 600% വർധനമുണ്ടായതാണ് നാഷണൽ സെന്റർ ഫോർ വെജിറ്റേഷൻ കവർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കൊമാറ്റിക് ഡെസർട്ടിഫിക്കേഷൻ അറിയിച്ചത്. ഈ കാലയളവിൽ ലഭിച്ച മഴ മൂലമാണ് പ്രദേശം പച്ചപ്പ് നിറഞ്ഞത്. ഈ കാലയളവിലെ മഴയുടെ തോത് 200 മീറ്ററിലെത്തി. ഓഗസ്റ്റിൽ മക്ക മേഖലയിലെ പച്ചപ്പുള്ള പ്രദേശങ്ങളിൽ 3529.4 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. ഇത് പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 2.3% പ്രതിനിധീകരിക്കുന്നതാണ്. തുടർന്നുള്ള മാസങ്ങളിൽ മഴയുടെ തോത് ക്രമാതീതമായി ഉയർന്നു. 2023 അവസാനത്തോടെ ഇത് 26.256 ചതുരശ്ര കിലോമീറ്റർ ആയി ഉയർന്നതായി റിമോട്ട് സെൻസറിംഗ് ഡാറ്റയുടെ വിശകലനത്തിൽ നിന്നും വ്യക്തമാവുന്നു. സമാന്തരമായ പർവ്വത പ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും പച്ചപ്പ് പടർന്നു പിടിച്ചു. തായിഫ്, അൽ ലൈത്ത്, അൽ ജുമും, അൽ കാമീൻ, ഖുലൈസ് എന്നിവിടങ്ങളിലും മഴ വ്യാപിച്ചു. മക്കയിലെയും മദീനയെയും ബന്ധിപ്പിക്കുന്ന ഹെറാമൈൻ എക്സ്പ്രസ് പോകുന്ന വഴിയിലെ മലനിരകളിലാണ് പച്ച വ്യാപകമായത്. കടുക പോലുള്ള ചെടികളും പുല്ലുകളും മലനിരകളെ പച്ച പുതപ്പിച്ചിരിക്കുകയാണ്. പച്ചപ്പിനിടെ കാണുന്ന ചെറു പൂക്കളും എല്ലാം ചേർന്ന് നയനാനന്ദകരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വേനലുള്ള സൗദിയിൽ മുൻ വർഷങ്ങളെക്കാൾ മഴയും അടുത്തിടെ ലഭിക്കുന്നുണ്ട്. സൗദിയിലെത്തുന്ന സഞ്ചാരികൾക്ക് പുതിയ അനുഭവമാണ് ഈ ഹരിതഭംഗി.